അയാൾ എവിടെ ഉണ്ടെന്നോ എങ്ങനെ ജീവിക്കുന്നുവെന്നോ വല്ല അറിവും കിട്ടിയിട്ടുണ്ടോ മന്ത്രി? ഇല്ല മഹാരാജൻ. വനത്തിലേക്കോ അയൽ രാജ്യങ്ങളിലേക്കോ സത്യവ്രത കുമാരനെ തേടി ആരും തന്നെ പോയിട്ടില്ല. കുമാരന്റെ വിവരങ്ങൾ തേടിവരാൻ മഹാരാജാവ് ആരെയും നിയോഗിക്കാൻ കൽപ്പിച്ചിരുന്നില്ല. അങ്ങ് അതിൽ ഉത്സുകനാണെന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല മഹാരാജൻ. സത്യവ്രതം നടത്തിയ ബ്രാഹ്മണ നിന്ദയെ നാം ലഘൂകരിച്ച് കാണുന്നില്ലെന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു അന്ന് അങ്ങനെയൊരു കടുത്ത നടപടിക്ക് മുതിർന്നത്. പക്ഷേ അതിന്റെ പേരിൽ കുമാരൻ രാജ്യം തന്നെ വിട്ടുപോകുമെന്ന് നാം കരുതിയില്ല. ബ്രാഹ്മണ കോപം ശമിക്കുമ്പോൾ സത്യവ്രതനെ മടക്കിക്കൊണ്ടുവരാമെന്നാണ് നാം കരുതിയത്. പുത്രശോകാർത്ഥനായിട്ട് മരിക്കാനാണോ ഈശ്വര എന്റെ വിധി? മഹാരാജൻ, അങ്ങ് വ്യസനിക്കരുത്. സത്യവ്രത കുമാരനെ കണ്ടെത്തുന്നതിനോ മടക്കിക്കൊണ്ടുവരുന്നതിനോ നമുക്ക് പ്രയാസമുണ്ടാവില്ല. അങ്ങത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ പുലരുമ്പോൾ തന്നെ നമ്മുടെ ഭടന്മാരും ചാരന്മാരും സത്യവ്രത കുമാരനെ തേടിയിറങ്ങും. കൽപ്പിച്ചാലും മഹാരാജൻ. ഇവിടെ എന്റെ ആശകൾക്കും ഹിതങ്ങൾക്കും പ്രസക്തിയില്ല മന്ത്രി. അതൊക്കെയും ധർമാനുശാസനങ്ങൾക്ക് അതീതമാണ്. രാജഗുരുവിന്റെ ആജ്ഞകൾക്ക് വിധേയമാണ്. നാളെ പുലരട്ടെ. വസിഷ്ഠ മഹർഷിയോട് സംസാരിക്കാം. അദ്ദേഹം അനുവദിച്ചാൽ സത്യവ്രതനെ കണ്ടുപിടിക്കാൻ നമുക്ക് ആളെ അയക്കാം. അവിടുത്തെ കൽപ്പന പോലെ മഹാരാജൻ. പുത്രശോകത്തിന്റെ കാര്യത്തിൽ ഏത് രാജാവും ഏതു പിതാവിനും സമാനനായിരിക്കും. പക്ഷേ ധർമ്മനീതിയുടെ കാര്യം വരുമ്പോൾ മറ്റു പിതാക്കന്മാർക്ക് തുല്യനല്ല രാജാവ്. രാജാവിന് ധർമ്മവ്യസനത്തിന് താഴെയാണ് പുത്രവ്യസനം. ഇതാണോ അദ്ദേഹം വൈകാനുള്ള കാരണം? അതെ മഹർഷി. കഴിഞ്ഞ രാത്രിയിൽ ഏറെ വൈകിയിട്ടും ഉറങ്ങാതെ ഉലാത്തുകയായിരുന്നു അദ്ദേഹം. ഏക മകന്റെ വേർപാട് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് മഹർഷി. അർത്ഥമില്ലാത്ത മനോവികാരം. ദുർവൃത്തനായ മകൻ ദുർഗന്ധം വമിക്കുന്ന ഭാണ്ഡക്കെട്ടുപോലെ വർജ്യനാണ്. ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ അത് ഉപേക്ഷിക്കണം. അരുണ മഹാരാജാവ് ചെയ്തത് അതാണ്. അതിൽ അദ്ദേഹം ആശ്വസിക്കുകയാണ് വേണ്ടത്. മഹർഷേ, പുത്രശോകം ഇത്ര തീവ്രമാണെന്ന് അത് അനുഭവിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്റെ സ്വസ്ഥതയും സമാധാനവും നശിക്കുകയാണ് ഗുരു. മഹാരാജൻ, അങ്ങൊരു ന്യായാധിപന്റെ കർമ്മമാണ് അനുഷ്ഠിച്ചത്. അങ്ങയുടെ വിധിയിൽ പിഴവില്ല. പക്ഷേ ആ വിധിക്ക് കീഴടങ്ങിയത് പുത്രനാണെന്ന വൈരുദ്ധ്യമാണ് അങ്ങയെ അലട്ടുന്നത്. എന്റെ കർമ്മത്തിന്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ എനിക്കാകുന്നില്ല ഗുരു. രാജ്യം വിട്ടലിയുന്ന എന്റെ മകന്റെ മുഖം മാത്രമാണ് എന്റെ ചിന്തയിൽ ഇപ്പോഴുള്ളത്. ഈ അനപത്യ ദുഃഖത്തിൽ നിന്നും കരകയറാൻ നാം ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഗുരു. എനിക്ക് രാജ്യഭാരം തുടർന്നു കൊണ്ടുപോകാനാകില്ല മഹർഷി. പിന്നെ പിന്നെ അങ്ങ് എന്ത് ചെയ്യാൻ പോകുന്നു?
നാം വനത്തിലേക്ക് പുറപ്പെടുന്നു. വനത്തിൽ ചെന്ന് സ്വസ്ഥമായി തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ക്ഷത്രിയന് വാനപ്രസ്ഥം നിഷിദ്ധമല്ല. പക്ഷേ അങ്ങേക്ക് അതിനുള്ള കാലമായില്ലല്ലോ മഹാരാജൻ. ഇല്ല, നാം വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പിൻവാങ്ങുന്നതല്ല ഗുരു. എന്റെ അനപഥ്യ ദുഃഖം മാറ്റാനുള്ള തപസ്സാണിത്. നഷ്ടപ്പെട്ട പുത്രന്റെ സ്ഥാനത്ത് മറ്റൊരു പുത്രനുണ്ടായി കാണാനുള്ള തപസ്. അങ്ങ് അതിന് നമ്മെ അനുഗ്രഹിച്ചയക്കണം. അത് ഉചിതമായ തീരുമാനം തന്നെയാണ് മഹാരാജൻ. അങ്ങയുടെ തപസ്സിന് ഫലം സിദ്ധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി മഹർഷി. മറ്റൊന്നുകൂടി അങ്ങ് ചെയ്യണം. പറഞ്ഞാലും മഹാരാജൻ. നാം തപസ് കഴിഞ്ഞ് മടങ്ങി വരും വരെ നമ്മുടെ സ്ഥാനത്ത് നിന്ന് അങ്ങ് ഈ രാജ്യത്തിന്റെ ഭരണം നടത്തണം. സമർത്ഥനായ നമ്മുടെ മന്ത്രി ആ കർമ്മത്തിൽ അങ്ങയെ സഹായിക്കും. അങ്ങനെയാകട്ടെ മഹാരാജൻ. അയോധ്യ മഹാരാജ്യത്തിന് ഒരു അനന്തരാവകാശിയെ തേടി അങ്ങ് നടത്തുന്ന തപസ്സിന് ഭാവുകങ്ങൾ നേരുന്നു. അങ്ങയുടെ തപസ്സിന്റെ ദിനങ്ങളിൽ അയോധ്യ അനാഥമായി പോകില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. നന്ദി മഹർഷി. ഇനി നാം ആശങ്കകളില്ലാതെ നമ്മുടെ തപസ് പൂർത്തിയാക്കും. അനുഗ്രഹിച്ചാലും. സ്വസ്തി സ്വസ്തി. എന്തുപറ്റി ധർമ്മസേന? നിന്റെ മുഖം വാടിയിരിക്കുന്നു. പ്രഭോ, ഞാൻ ഗ്രാമത്തിലോളം പോയി. വിശേഷങ്ങൾ ചിലതറിഞ്ഞു. എന്താണ് അറിഞ്ഞ വിശേഷങ്ങൾ? അത് അരുണ മഹാരാജാവ് തപസ്സിനായി വനത്തിലേക്ക് പുറപ്പെട്ടു വന്നിരിക്കുന്നു. അച്ഛൻ തപസ്സിന് പുറപ്പെട്ടിരിക്കുന്നുവെന്നോ? എന്താവശ്യത്തിനുള്ള തപസ്സാണ്? ഉത്തമ പുത്രനെ ലഭിക്കാൻ വേണ്ടിയാണത്രേ. ഗ്രാമീണർ പറഞ്ഞതാണ്. അവർക്കും ഇത് കേട്ടറിവാണ്. ഉത്തമപുത്രൻ. അധമപുത്രനെ രാജമന്ദിരത്തിൽ നിന്നും ആട്ടിയിറക്കിയിട്ട് ഉത്തമപുത്രനുണ്ടാവാൻ വരം തേടി ഇറങ്ങുക. അതും വസിഷ്ഠന്റെ നിർദ്ദേശമായിരിക്കും. രാജ്യഭാരം മന്ത്രിയെ ഏൽപ്പിച്ചിട്ടാണോ അച്ഛൻ പോയത്? അങ്ങനെയല്ല കേട്ടത് യുവരാജൻ. പിന്നെ പിന്നെ എങ്ങനെയാ കേട്ടത്? അത് ഗ്രാമീണർ പറഞ്ഞതാണ്. രാജ്യകാര്യവും മറ്റു ചുമതലകളും വസിഷ്ഠ മഹർഷി ഏൽപ്പിച്ചിട്ടാണ് അത്രേ പോയത്. വസിഷ്ഠൻ വസിഷ്ഠൻ വസിഷ്ഠൻ! കേൾക്കാൻ ഇച്ഛിക്കാത്ത പേരാണത്. കാണാൻ ആഗ്രഹിക്കാത്ത മുഖമാണത്. സത്യവ്രതന്റെ പൈതൃകം കൈയാളുന്നതിൽ മത്സരിക്കുന്ന ഒരു രാജഗുരു. വസിഷ്ഠനെ ജയിക്കാൻ അങ്ങ് ഇച്ഛിക്കണ്ട. അത് അസാധ്യമായ കാര്യമാണ്. അതെ, അതെനിക്കറിയാം. ഗദാപ്രഹരത്തെ വാളുകൊണ്ട് നേരിടാനാവില്ല. ഗദ കൊണ്ട് തന്നെ നേരിടണം. വസിഷ്ഠനെ നേരിടാൻ വസിഷ്ഠന് തുല്യനായ ഒരാൾ തന്നെ വേണം. കണ്ടെത്തും ഞാൻ. അങ്ങനെ ഒരാളിനെ കണ്ടെത്തുക തന്നെ ചെയ്യും.
തീക്ഷ്ണരശ്മിയാൽ ഭൂമി തപിച്ചു വരണ്ടുപോയി. ഗ്രീഷ്മതാപേന സ്വയമെരിഞ്ഞാൻ അയോധ്യയും. രാജലക്ഷ്മിയാൾ പോയി പിന്നാലെ രാജ്യം വിട്ടു. രാജാവും തപസ്സിനായി കാടകം പുക്കാനല്ലോ. അനപത്യ ദുഃഖത്തിൻ തീക്ഷ്ണവഹ്നിയിൽ കത്തി ജനകൻ രാജ്യമൊരു നെരിപ്പോടായിത്തീർന്നു. ജീവിതം എരിഞ്ഞ തീക്കനലിൻ പടുതിയായി. 1000 നാവാൽ ഗ്രീഷ്മം തീമഴ പെയ്താനപ്പോൾ. പ്രണാമം മഹാമുനി. പ്രണാമം. രാജാവില്ലാത്ത ഈ രാജ്യത്ത് ആരോടാണ് ഞങ്ങൾ ആവലാതി പറയേണ്ടത്? പറയാം, എന്തായാലും പറയാം. എന്താണ് പൗരജനങ്ങളുടെ ആവലാതി? പ്രഭു, അങ്ങ് കാണുന്നില്ലേ, മഴയില്ലാതെ കരയാകെ വിണ്ടു വരണ്ട് കിടക്കുന്നത്. കൃഷിയില്ല, കുടിവെള്ളം പോലുമില്ല. എന്തു ചെയ്യും ഞങ്ങൾ? കഴിയുന്ന മട്ടിൽ ദാഹജലം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും ദാഹജലം ലഭിക്കുന്ന വിധത്തിൽ നടപടികൾ ത്വരിതപ്പെടുത്തും പൗരപ്രമുഖരെ. ദാഹജലം കൊണ്ട് മാത്രം ജീവിക്കാനാകുമോ മഹാമന്ത്രി? കൃഷിനിലത്ത് കലപ്പ പതിയുന്നില്ല. ഒരു മുള പോലും കരിയാതെ പൊട്ടിവിടരുന്നില്ല. പട്ടിണി കൊണ്ട് പൊറുതി മുട്ടുകയാണ് പ്രഭോ. അയോധ്യയിൽ മാത്രമേ ഈ ദുരിതമുള്ളൂ. അയൽ രാജ്യങ്ങളിലെല്ലാം ആവശ്യത്തിന് മഴ പെയ്യുന്നു. ഇതെന്താ ശാപം പിടിച്ച നാടാണോ? പൗരന്മാർ ശാന്തരായി പോയാട്ടെ, എല്ലാം നേരെയാകും. വൈകാതെ തന്നെ അയോധ്യയിൽ മഴ പെയ്യും. അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. നമ്മെ വിശ്വസിക്കൂ, പോകൂ. ഞങ്ങൾക്കങ്ങയെ വിശ്വാസമാണ് മഹാമുനി. അങ്ങ് മനസ്സുവച്ചാൽ ഈ ലോകത്തെ ഏത് കാര്യത്തിനും പരിഹാരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അയോധ്യയുടെ ദുഃഖത്തെക്കുറിച്ച് അങ്ങയെ അറിയിക്കാൻ തന്നെയാണ് ഞങ്ങൾ വന്നത് പ്രഭു. നന്ദി. നിങ്ങളുടെ വിശ്വാസം പിഴച്ചു പോകില്ല. അധികം വൈകാതെ തന്നെ അയോധ്യയിലെ കൃഷിനിലങ്ങൾ ഹരിതമണിയും. കാലികൾ പെറ്റുപിരുകും. മഴ നമ്മെ അനുഗ്രഹിക്കും. അതുമതി, അതുമതി മഹാത്മൻ. മഹർഷേ, എന്താണ് അയോധ്യയിലെ ഈ അനാവൃഷ്ടിക്ക് കാരണം? കാരണം മറ്റൊന്നുമല്ല. അരുണ മഹാരാജാവ് പുത്രനെ പുറന്തള്ളിയത് തന്നെയാണ് അനാവൃഷ്ടിക്ക് കാരണം. ഇത് ഇന്ദ്രന്റെ ലീല തന്നെയാണ്. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം മഹർഷേ? ഇന്ദ്രപ്രീതി തന്നെയാണ് ഇതിന് പരിഹാരം. ഇന്ദ്രന് നമ്മോട് കരുണ തോന്നണം. മഴ പെയ്യിക്കാൻ ഇന്ദ്രൻ തീരുമാനിക്കണം. അതുവരെ ഈ വറുതി ഇങ്ങനെ തുടരും. നാരായണ 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 നാരായണ. പ്രണാമം ദേവർഷി. പ്രണാമം. ദേവാധിപനായ ഇന്ദ്രൻ കടുത്ത ആലോചനയിലാണെന്ന് തോന്നുന്നു. ഇല്ല ദേവർഷി, നാം ഭാരതവർഷത്തിലെ അയോധ്യയിലേക്ക് നോക്കുകയായിരുന്നു. ഇക്ഷ്വാകുവും മാന്ധാതാവുമൊക്കെ ഭരിച്ച് കീർത്തി കൈവരിച്ച ആ രാജ്യത്തിന്റെ സ്ഥിതി കണ്ടില്ലേ? കടുത്ത വേനൽ അവിടെ എല്ലാ ജീവചൈതന്യത്തെയും ജഡമാക്കി മുന്നേറുകയാണ്. കടുത്ത വേനൽ, അതായത് മഴയില്ലാത്ത അവസ്ഥ, അനാവൃഷ്ടി. അങ്ങനെ ഒരു പ്രതിഭാസം ദേവാധിപനായ അങ്ങയുടെ കണ്ണും കൈയും എത്താതെ ഭൂമിയിൽ സംഭവിക്കില്ലല്ലോ ദേവാധിപ. അതെ ദേവർഷി, ഇക്കാര്യത്തിൽ നാം കൂടെ ഇടപെട്ടിട്ടുണ്ട്. അയോധ്യാധിപനായ അരുണന്റെ ദുശ്ചെയ്തിയുടെ അനന്തരഫലമാണ് ദേവർഷി. അരുണ മഹാരാജാവിന്റെ ദുഷ്ചെയ്തിയോ? എന്താണ് അദ്ദേഹം ചെയ്തത്? ദേവർഷി, അങ്ങേക്ക് അറിവുള്ളതല്ലേ, ഭൂമിയിലെ നരജീവിതത്തിന്റെ ആധാരം തന്നെ പരസ്പരമുള്ള ദൃഢബന്ധങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധം,
അതുപോലെ മാതാവുമായുള്ള മാതാവിനോടുള്ള വിശുദ്ധ ബന്ധം. ഇതിലൊക്കെ വിള്ളൽ വരുന്ന സന്ദർഭങ്ങളിലാണ് ഭൂപ്രപഞ്ചത്തിന്റെ സന്തുലനം തന്നെ തെറ്റിപ്പോകുന്നത്, അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ഉണ്ടാകുന്നത്. ഈ മട്ടിൽ അയോധ്യയിൽ എന്തു സംഭവിച്ചു എന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്? നാരദമുനി അറിഞ്ഞില്ലേ? അരുണ മഹാരാജാവ് പുത്രനും യുവരാജാവുമായ സത്യവ്രതനെ കൊട്ടാരത്തിൽ നിന്നും നാട്ടിൽ നിന്ന് തന്നെയും ബഹിഷ്കരിച്ചിരിക്കുന്നു. അതെ, അത് നാം അറിഞ്ഞതാണ്. പിതാവിനെ പുത്രൻ ബഹിഷ്കരിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്നതും പിതാവിനാൽ പുത്രൻ ബഹിഷ്കൃതനാവുകയോ പീഡിതനാവുകയോ ചെയ്യുന്നതും നാശഹേതുവാണ്. അതിന്റെ ഫലമാണ് അയോധ്യ നിവാസികൾ ആകമാനം അനുഭവിക്കേണ്ടി വരുന്നത്. എത്ര കാലത്തേക്കാണ് അങ്ങ് അവർക്ക് മഴ നിഷേധിക്കുന്നത്? 12 വർഷത്തേക്ക്. 12 വർഷക്കാലം അയോധ്യയിൽ മഴയുണ്ടാവില്ല. അയൽ രാജ്യങ്ങളിൽ പെയ്യുന്ന മഴയുടെ ഉറവകളിൽ നിന്ന് അവർക്ക് ദാഹജലം ലഭിക്കും. പക്ഷേ ഫലമൂലാദികൾക്കും ധാന്യത്തിനും അവർ അലഞ്ഞു തളരും. ഇത് മനുഷ്യന് പ്രകൃതിയിലൂടെ നാം നൽകുന്ന താക്കീതാണ്. ബന്ധങ്ങൾ പ്രകൃതിയുടെ വിശിഷ്ട കൽപ്പനകളാണ്. അത് ശിഥിലമാകുമ്പോൾ പ്രകൃതി പ്രതിഭാസങ്ങൾ പോലും മനുഷ്യനെതിരാകും.